എല്ലാവർക്കും സ്വാഗതം G4Techലോട്ട്. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനെ ഈ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും എ സിയുടെ കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു ഇപ്പം ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെങ്കിലും ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഫിലിപ്സ് ആണ് വാക്യൂം ഹൈ സക്ഷൻ പവറിൻ്റെ വാക്യൂം ക്ലീനർ. അപ്പോൾ വാക്യൂം ക്ലീനറിനെ പറ്റി ഒരു ഏകദേശ രൂപം ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 4 മാസത്തിന് മേളിലായി. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നേരിട്ട് വരാം വീഡിയോയിലോട്ട്. കറണ്ട് ചാർജ് വലിയ കാര്യമായിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നു ഞാൻ മാസത്തിലൊരു 4 തവണ വീട് ഫുള്ള് ക്ലീൻ ചെയ്യും ഇതിൻ്റെ. പിന്നെ നമ്മൾ ഏത് മേടിച്ചാലും ഈ വോൾട്ട് കൂടിയത് എടുക്കുക. കണ്ടോ, ഈ 1900 വോട്ട്. ഏത് വാങ്ങിച്ചാലും ഈ നല്ല വോൾട്ടിൻ്റെ എടുക്കും, 1900 മേളിലുള്ളത്. പിന്നെ അതിന് മേളിലോട്ടൊക്കെ പോകുമ്പം നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇങ്ങനത്തെ സ്വിച്ച് വേണം. 16 ആംപിയറിൻ്റെ സ്വിച്ചിലാണ് ഇത് കുത്തേണ്ടത്, ശരിക്കും കുത്തേണ്ടത്. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലെ ഈ ജിൻസിൽ മറ്റേ വയറിംഗ് ഒക്കെ ചിലപ്പം ലോഡ് കൂടി കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ അവർ പറയും ചിലപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ക്ലീനിങ് ഉണ്ട്, അങ്ങനെ റിവേഴ്സ് ഒക്കെ പല മോഡൽസ് പറയും. പക്ഷേ ഏത് മോഡൽ എടുത്താലും ഫിലിപ്സ് അല്ല, ഏത് മോഡൽ എടുത്താലും നമ്മൾ വോൾട്ട് കൂടിയതെടുക്കുക, 1900 വോട്ട്. പിന്നെ കാണിച്ചു തരാം. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി ഈ വീഡിയോ. നമ്മളിപ്പോൾ ഒരു ഇതുമില്ല, എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവമുണ്ട്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കൈ മൊബൈൽ പിടിച്ചേക്കും, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം പിന്നീട്. പിന്നെ ഇത് കണ്ടോ, ഇത് കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് വാക്യൂം കണക്ട് ചെയ്യുന്ന സാധനമാണ്. ഇതുണ്ട്. പിന്നെ ഉള്ളത് ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ഈ സംഭവമില്ലേ, ഇതിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അറ്റത്തെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ചൂല് പോലത്തെ സാധനം ഉണ്ടോ, ഇത് നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മെയിനായിട്ട് ഈ പറഞ്ഞ സാധനമില്ലേ, ഇത് നമുക്ക് കണക്ട് ചെയ്യാം. പ്ലസ് ഇതും കണക്ട് ചെയ്യാം, ഈ സാധനവും കണക്ട് ചെയ്യാം. അപ്പോൾ നല്ല ഉയരത്തിലൊക്കെ ആണെങ്കിൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് പോസ് ചെയ്തിട്ടേ. കണ്ടോ, ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കും. ഇപ്പം ഇത്ര എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല നീളമുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്. കണ്ടോ, ഇത് ഉണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പ്ലസ് ഈ സാധനം കണക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഇതിൻ്റെ അറ്റത്തും നമുക്ക് ഈ ഒരു ലോക്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സാധനത്തിൽ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ 2 രീതിയിലുണ്ട്. ഒന്ന് ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ കാണിച്ചു തരാവേ. ഇത് നോക്കിക്കോ, ഇപ്പം ഇങ്ങനെയല്ലേ, നല്ല രീതിയിൽ ഇത് പ്രസ് ചെയ്തിട്ട് ഈ ഒരു സാധനമുണ്ട്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് താഴോട്ട് ഇറങ്ങി വന്നു. അപ്പം കംപ്ലീറ്റ് ആയിട്ട് സെക്ഷൻ ചെയ്യും. വെറ്റായിട്ട് സർഫസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വലിച്ചെടുക്കും. പിന്നെ ഇതിങ്ങനെ വെച്ചു. പിന്നെ ചെറിയ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പൊടി നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ പൊടി എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റത്തില്ല. പൊടി നോക്കണേ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ റൂമിൽ പൊടി ഉണ്ടെന്ന് അറിയാൻ പറ്റും. എത്ര നല്ല റൂമാണെങ്കിലും നിങ്ങളുടെ പൊടി കയറും, അതങ്ങനെയാണ്. ആഴ്ചയിൽ ഒന്ന് നമ്മൾ വാക്യൂം ക്ലീനറിൻ്റെ ഈ ഒരു സാധനം വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊടി കംപ്ലീറ്റ് ആയിട്ട് പോയില്ല, അതായത് ഡസ്റ്റ് പോയില്ല. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചുക്കുറി വലയൊക്കെ പൊക്കോളും. പക്ഷേ ഇത് താത്തി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നല്ല ഈ സാധനമുള്ളൂ, ഇത് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ സാധനമൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യിക്കാം. കോർണറൊക്കെ കറക്റ്റായിട്ടൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ മെയിൻ കാര്യത്തിലോട്ട് വന്നില്ല. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏത് കമ്പനി വേണമെങ്കിലും മേടിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്, ഏത് കമ്പനി വേണമെങ്കിലും. പക്ഷേ ഏത് കമ്പനി വാങ്ങിച്ചാലും നമ്മൾ ഈ വില കുറഞ്ഞതിലോട്ട് പോകരുത്. വില കുറഞ്ഞതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ ടാങ്കാണ്. നമ്മൾ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ അത് പൊങ്ങി വരുവേ. ഓക്കെ കേട്ടോ, ഇത് നല്ല അടിപൊളി പ്ലാസ്റ്റിക്കാണ്, നല്ല ഫൈബറോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തോ ഒരു സാധനം, നല്ല അടിപൊളി സാധനം. ഇങ്ങനെയുള്ള സാധനങ്ങളെ വാങ്ങിക്കാവുള്ളൂ. ഇത് നമുക്ക് എടുത്ത് മാറ്റി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു സാധനത്തിന്.
ഓക്കെ, അതാണ് ഇങ്ങനെയുള്ള ഈ ഒരു മെഷീൻസ് മേടിച്ചാലത്തെ ഗുണം. ഇത് നമുക്ക് ഇത് കേട്ടോ, ഇവിടെ ഞെക്കി കഴിയത് പൊങ്ങിപ്പോരും. ഇങ്ങനെ പൊങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ തന്നെ പല സാധനത്തിൻ്റെ കോട്ടൻ്റെ ഉണ്ട്, പല ബാഗായിട്ടുള്ള അതൊന്നും വാങ്ങിക്കാൻ പോകില്ല. അതൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ പൈസ ചെറിയ പൈസ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 7000 രൂപയുടെ സാധനം നമുക്ക് ഈ MRP 7000 അല്ല, അതിന് മേളിലാണ്. പക്ഷേ നമുക്ക് 7000 രൂപയ്ക്ക് കിട്ടി. 7000 6000, ഞാൻ മറന്നു പോയി എനിവേ എത്രയാണ്. പക്ഷേ എനിവേ നമുക്ക് കുറച്ച് പൈസയ്ക്ക് 2000 3000 2500 കുറച്ച് കിട്ടി MRPന്ന്. ഏത് സാധനം മേടിച്ചാലും നമ്മൾ ഈ ബാഗ് മേടിക്കാൻ പോകരുത്. ബാഗ് 4000 രൂപയ്ക്ക് കിട്ടും. 4000 രൂപയുടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഇത് എത്ര നാൾ നിൽക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ അൺലിമിറ്റഡാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും, പുതിയ സാധനമൊക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, ഇതുള്ളതേ വാങ്ങിക്കാവുള്ളൂ. നിങ്ങൾ സത്യം പറഞ്ഞാൽ വാങ്ങിക്കാതിരിക്കുന്ന നല്ലത്. വെറുതെ നമുക്ക് നഷ്ടം വരും വാങ്ങിച്ചു കഴിഞ്ഞാലത്തെ കുഴപ്പം. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നല്ല വില കൂടി സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് കിട്ടും, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, പിന്നെ മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ കാര്യം കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. എനിക്ക് തോന്നുന്നൊരു 5 കിലോ വേണം. ഇതിങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ടേൺ ചെയ്യാം, ഏത് രീതിയിൽ എങ്ങനെ രീതിയിൽ അത് പൊക്കോളും. കണ്ടോ, ഇങ്ങനെ വെക്കാം. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് ഒന്നെങ്കിൽ നിങ്ങൾ എടുത്ത് പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കരുത്. കാര്യം നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറഞ്ഞല്ലോ ഹൈ പവറാണ്. 1900 ബോട്ടാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെ എയർ വരുന്നതാണ്. അതായത് നമ്മൾ അവിടുന്ന് ഫാൻ കറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തൊരു ഫാനുണ്ട്. ഈ ഫാൻ ശക്തിയായിട്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് വലിച്ചെടുക്കും. ഓക്കെ, സോറി, ഇവിടെ നിന്നല്ല, ഇതിൽ കൂടെ വലിച്ചെടുക്കും. ഇതിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇതിൽ കൂടെ കയറി മറ്റേ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൂടെ കയറി ഇതിലേ കയറി പിന്നെ ഇതിലേ പോകും. അപ്പോൾ ചൂട് കാറ്റാണ് പോകുന്നത്. എന്നാൽ ചൂടെന്ന് പറഞ്ഞാൽ നല്ല പവറിലാണ് വലിക്കുന്നത്. ആ പവറിൻ്റെ ഒരു ചൂടുണ്ട്. അപ്പോൾ ഇത് ചൂട് കാറ്റ് ഇതിലേ പോയി കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കേടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടാകാൻ ചാൻസ് ഉണ്ട്. 1 2 1 മിനിറ്റ് അല്ല, 15 സെക്കൻഡ് 20 30 സെക്കൻഡൊക്കെ വേണം വെക്കായിരിക്കും. പക്ഷേ അതിൽ വെക്കരുത്. വെക്കാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. പിന്നെ വയറ് പ്രധാനമായിട്ടും നിങ്ങളിത് ഓൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകം ഇതിന് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. എനിക്കൊന്നൊരു 5 മീറ്ററോളം നീളം ഉണ്ട്. 5 മീറ്റർ നീളം ഏകദേശം ഉണ്ട്. എനിക്കറിയില്ല, എന്നെ ഉണ്ട്. നമ്മളിത് വലിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് റിവേഴ്സ് കയറി പൊക്കോളും. ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്, ഒരു സിമ്പിൾ. ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് തിരിച്ച് കയറി പൊക്കോളും കേട്ടോ. അപ്പം ഇത് വെക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. നമ്മൾ കണ്ടിന്യൂ ഇതിൻ്റെ ഫ്രണ്ടിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചൂട് വന്നുകൊണ്ടിരിക്കുമോ, അത് ഉരുകാൻ ചാൻസ് ഉണ്ട്. മേ ബി ഉരുകാതിരിക്കാം. പക്ഷേ ഇത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇതിങ്ങനെ വരാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണത് കേട്ടോ. കാരണം ഇത് ഉരുകി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പാടാണ്. ഇതൊക്കെ കമ്പനി സാധനമാണ് വരുന്നത്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതെൻ്റെ സ്വന്തമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കറക്റ്റ് റിവ്യൂ പറയുന്നത്. ഇത് കയറി ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ വർക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. വർക്കിംഗ് ഒക്കെ സാധാരണ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യമില്ല. ഇതൊക്കെ ഇതല്ലോ, നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഇപ്പം ഇങ്ങനെയുള്ള നമ്മൾ മെഷീൻസ് മേടിക്കുമ്പം വോൾട്ട് കൂടിയത് മേടിക്കുക. വോൾട്ട് കൂടാതെ മേടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടം വരും. ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടം വരും. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. മെയിനായിട്ട് ഇതിൻ്റെ കാര്യമാണ് നമ്മളിത് ഇങ്ങനെ ഒരു സാധനം ഉള്ളത് നോക്കി മേടിക്കുക. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡസ്റ്റ് നല്ല വടിച്ചെടുക്കും, നല്ല അടിപൊളിയായിട്ട് വടിച്ച്. പക്ഷേ അല്ലാതെ ആണെങ്കിൽ പൊടി മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ പൊടി മാത്രം എടുക്കുമ്പം കറണ്ട് ചാർജ് അത്ര ആകത്തില്ല. പക്ഷേ മറ്റേ വടിക്കുമ്പം ചിലപ്പോൾ ഒരു യൂണിറ്റ് കൂടുതലാവും കറണ്ട് ചാർജ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഏത് മേടിച്ചാലും വാക്വം ക്ലീനർ നിങ്ങൾ വോട്ട് കൂടിയത് മേടിക്കുക. ഏത് സാധനം മേടിച്ചാലും, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാം. അതുകൊണ്ട് എനിവേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇത് വർക്ക് ചെയ്തത് കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കാം. ഇപ്പം നമുക്കത് കാരണം സന്ധ്യാസമയത്ത് നമ്മളിത് കാണുമ്പം പീക്ക് സമയമായിരിക്കും. ഏകദേശം ഒരു 5 മുതൽ രാത്രി 10 വരെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വർക്ക് ചെയ്യിപ്പിച്ചാൽ, ഇപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയം ഞാൻ 7:30 7:45 ഉള്ളൂ. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 യൂണിറ്റിന് പകരം 2 യൂണിറ്റ് വലിക്കും. ഭയങ്കര കറണ്ട് ചാർജാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് രാവിലെ ഒരു ഓഫീസ് ടൈമിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ കറണ്ട് ചാർജ് കുറയും. വലിയ കറണ്ട് ചാർജൊന്നും ആയില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വാഷിംഗ് മെഷീനെ പറ്റിയാണെങ്കിലും എ സിയെ പറ്റി, പ്രധാനമായിട്ടും എ സിയെ പറ്റിയുള്ള വീഡിയോസാണ് ഉള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം.
എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 5-6 കൊല്ലം എക്സ്പീരിയൻസ് ആയി. ഓക്കെ.